ജയസൂര്യ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിച്ചുകൊണ്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചാണ്. എന്തായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ഉപദേശം? അതൊന്ന് വിശദീകരിക്കാമോ? ഗണേഷ് കുമാർ പറഞ്ഞത് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങൾക്കും അത് പിന്തുടരാനുള്ള അവകാശമുണ്ട്. അത് തീരുമാനിക്കുന്നത് ഭക്തജനങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ആചാര്യ സഭയാണ്, തന്ത്രിമാരാണ്. ഇത്തരം കാര്യങ്ങളാണ് ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതല്ല ഇതിൽ പ്രസക്തമായിട്ടുള്ള വിഷയം. ആ ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രി പറയുന്നു. അപ്പോൾ ആ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ പിൻബലം മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒന്നുകിൽ പിണറായി വിജയൻ ഗണേശനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള തന്റെ ഇടമില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ പ്രസ്താവന പിൻവലിക്കാം, അല്ലെങ്കിൽ രാജിവെക്കാം. ഇതെന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇത് അങ്ങ് പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കില്ല, ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കാനും സാധ്യതയില്ല. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഗണേഷ് കുമാർ പറഞ്ഞു ഈ ക്ഷേത്ര ആചാരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് അതത് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുമായിട്ട് ഭരണകൂടം ആലോചിക്കണം. അതായത് ഭരണകൂടത്തിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് തന്ത്രിമാരുമായിട്ട് കൂടിയാലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഈ പശ്ചാത്തലത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇത് കൃത്യമായിട്ടും പിണറായി വിജയനുള്ള ഉപദേശമാണോ, അതോ അദ്ദേഹം പറഞ്ഞ ആ ആചാരവിരുദ്ധമായ കാര്യത്തിലുള്ള എതിർപ്പാണോ ഗണേഷ് കുമാർ പ്രകടിപ്പിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എതിർപ്പ് തന്നെയാണ്. കാരണം ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ പിതാവും എല്ലാവരും ക്ഷേത്ര ഭരണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്, ക്ഷേത്രാചാരങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ വ്യക്തമായി വ്യക്തമാക്കേണ്ടി വരും. കാരണം ഹിന്ദു സമൂഹത്തോട് ബന്ധം വിടർത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ആകാത്ത വ്യക്തി, ഞാൻ ഇന്നും ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്ന ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല, മാറ്റമില്ല. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകും. തീർച്ചയായിട്ടും ഗണേഷ് കുമാർ NSSൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾ കൂടിയാണ്. ബാലകൃഷ്ണ പിള്ളയും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ NSSന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണോ ഇപ്പോൾ ഗണേഷ് കുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നത്, അതോ ഗണേഷ് കുമാർ സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറഞ്ഞതാണ്? NSSന്റെ ശക്തമായ പിന്തുണ ഉറപ്പാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് നിർഭയമായി ഗണേഷ് കുമാർ ആ വിഷയം തുറന്നടിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു കരുത്ത് കിട്ടില്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗണേഷ് കുമാറിനെയും സുകുമാരൻ നായർ ശക്തമായി പിന്തുണച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ NSSന്റെ സുകുമാരൻ നായരുടെ പിന്തുണയുള്ള ഗണേഷ് കുമാർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബലം. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും രണ്ട് വഴിക്കാണ് ഒരു വിഷയത്തിൽ. അതെ, തീർച്ചയായിട്ടും. അതായത് ഇടതുപക്ഷത്തിന്റെ പണ്ടത്തെ മന്ത്രിസഭകളിലാണെങ്കിൽ ഒന്നുകിൽ അഭിപ്രായം വിഴുങ്ങിക്കൊണ്ട് സഹമന്ത്രിമാർ മൗനം പാലിക്കുമായിരുന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. CPM-നോ സാക്ഷാൽ പിണറായി വിജയനോ പഴയ കരുത്തില്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കരുത്തിനെ കവച്ചു വെക്കാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം സുശക്തവും സുസംഘടിതവുമാണ് എന്ന് ഗണേഷ് കുമാർ അടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് പറയാൻ അദ്ദേഹത്തിന് മടിയില്ല. കാരണം കമ്മ്യൂണിസം കീറച്ചാക്ക് പോലെ, കാലിച്ചാക്ക് പോലെ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ എന്തു പറഞ്ഞാലും സമൂഹം അതിനെ ചെവിക്കൊള്ളില്ല എന്നുള്ളത് ബോധ്യമായതുകൊണ്ടും കൂടിയാണ് നിന്റെ പ്രസ്താവനയ്ക്ക് പുല്ലുവിലയേ ഉള്ളൂ എന്ന് പച്ച മലയാളത്തിൽ പറയുന്നതിന് തുല്യമായി ഗണേഷ് കുമാർ തുറന്നടിച്ചത്. തീർച്ചയായിട്ടും ഇനി രസകരമായൊരു കാര്യമാണ് അങ്ങയോട് ചോദിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ ആളാണ്, ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രസ്താവന കൂടി വന്ന സ്ഥിതിക്ക് അദ്ദേഹം LDFൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്?
ഗണേഷ് കുമാർ മോശക്കാരനല്ലാതെ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അടികളിയൊക്കെ ചെറുപ്പത്തിലെ നല്ല പരിചയമുണ്ട്. ഇവിടെ LDF ഏതായാലും അടുത്ത തവണ അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട്. ഇനി വേണ്ടി വന്നാൽ അടുത്ത തവണ മന്ത്രിയാകാൻ LDFന്റെ പിന്തുണ വേണ്ട എന്നൊരു സൂചനയും കൂടി ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് തെളിഞ്ഞു കാണാം. തീർച്ചയായിട്ടും ഗണേഷ് കുമാർ BJPയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും? അത് NDA അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തെ ഉൾക്കൊള്ളുമോ? കേരളത്തിൽ ഇപ്പോൾ NDAക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതുപോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. ബാക്കി ഏത് രാഷ്ട്രീയ പാർട്ടിക്കും NDA മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇപ്പോൾ തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഗണേഷ് കുമാർ മാത്രമല്ല, മറ്റ് കേരള കോൺഗ്രസ്, നിരവധി കേരള കോൺഗ്രസ്സുകൾ ഇപ്പോൾ ഉണ്ട്. ഈ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ്സുകൾ എന്നാണ് നമ്മൾ പൊതുവെ അവയെ പറയാറ്. അപ്പോൾ കേരള കോൺഗ്രസ്, ഏത് കേരള കോൺഗ്രസ് വന്നാലും NDA സ്വീകരിക്കും എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യമുണ്ട്. ഏത് കേരള കോൺഗ്രസ് വന്നാലും അതിൽ ഇപ്പോൾ LDFിൽ നിന്ന് ഉള്ള കേരള കോൺഗ്രസും UDFിലുള്ള കേരള കോൺഗ്രസും അതിൽ ഏത് വന്നാലും, മാത്രമല്ല RSP വന്നാലും ഇനി NCP വന്നാലും അടക്കം സ്വീകരിക്കാൻ വയ്യാത്ത തടസ്സങ്ങളൊന്നുമുണ്ട് BJPക്കോ NDA മുന്നണിക്കോ അങ്ങനെ സ്വീകരിക്കാൻ വയ്യാത്ത ഒരു തടസ്സമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ദേശീയ തലത്തിൽ NDAയുടെ ദേശീയ നേതൃത്വമാണ്. അത് അവര് ചെയ്തോളും. എന്നാൽ NDAയുടെ ഘടകകക്ഷികളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന കക്ഷികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, NDAയുടെ രാഷ്ട്രീയ നിലപാട് പരിശോധിക്കുമ്പോൾ, മുസ്ലിം ലീഗും തീവ്രവാദ സംഘടനകളും ഒഴികെ, രാജ്യവിരുദ്ധ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും ഒഴികെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ NDAയിൽ സ്വീകരിക്കുന്നതിന് NDAക്ക് മടിയുണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ NDA അധികാരത്തിലെത്താൻ സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരാരും കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ സ്വാഭാവികമായിട്ട് LDF വിട്ട് പുറത്തു വരുന്നവർ UDFിലേക്കല്ലേ പോവുകയുള്ളൂ. ആ UDF രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ അവർക്ക് മെച്ചം. അത് ആ തരത്തിലല്ലേ സാധ്യതയുള്ളൂ. എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? എന്താണ്? എൻ്റെ വിലയിരുത്തൽ വ്യത്യസ്തമായ ഒരു വിലയിരുത്തലാണ്. കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും നിലനിന്നിരുന്നത്. അവിടെയൊക്കെ NDA അധികാരത്തിൽ വന്നത് പ്രതിപക്ഷ കക്ഷികളെ ഞെട്ടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും NDA അധികാരത്തിൽ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്നലെ വരെയുള്ള രാഷ്ട്രീയം, അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കേന്ദ്രഭരണത്തിന് തണലിൽ രാഷ്ട്രീയം വളർത്താനും സംസ്ഥാനം ഭരിക്കാനുമുള്ള അന്തരീക്ഷം ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അടുത്ത ഒരു അരനൂറ്റാണ്ട് കാലത്തേക്ക് BJP തന്നെ ഭാരതം ഭരിക്കും. BJP തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് നിൽക്കും. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന LDF UDF സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ LDFിലെയും UDFിലെയും ഘടകകക്ഷികൾക്ക് തോന്നിയാൽ ആ നിമിഷം കേരളത്തിൽ BJP മുന്നണി അധികാരത്തിൽ വരും. അങ്ങയുടെ ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. പക്ഷെ നിലവിൽ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ NDA വിജയിക്കും, BJP വിജയിക്കും എന്ന് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്തായാലും അങ്ങ് വളരെ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിലയിരുത്തൽ വളരെ ശരിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിണറായി വിജയനെ തിരുത്താൻ ഗണേഷ് കുമാർ ആയോ, അതോ ഗണേശിൻ്റെ തിരുത്തൽ ഉപദേശം പിണറായി വിജയൻ സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.